ഹായ് ഹായ്, എൻ്റെ പേര് അഖിൽ, ഇത് രഞ്ജിത്ത്. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വീഡിയോ. ഇതൊരു സ്റ്റാർട്ടിംഗ് വീഡിയോ ആണ്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ആദ്യം തന്നെ ഞങ്ങളുടെ ബ്രാൻഡിനെ പരിചയപ്പെടുത്താം. ഫിക്സ്റ്റെക് എന്നാണ് ഈ ഒരു ബ്രാൻഡിന്റെ പേര്. അപ്പൊ എന്താണ് ഫിക്സ്റ്റെക് എന്നുള്ളതും ഫിക്സ്റ്റെക്കിൽ എന്തൊക്കെ സർവീസസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം പറയാനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലേ രഞ്ജിത്ത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഫിക്സ്റ്റെക്കിനെ കുറിച്ച് ആദ്യം പറയാണ്. നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് ടെക്നീഷ്യന്മാരെ നിരന്തരം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു 50,000, 60,000, 40,000, 30,000, ഇനി ഒരു 20,000 വരെ മെഷീനറീസ് വാങ്ങുന്നു. ഇത് നോക്കുമ്പോൾ എവിടെയും സർവീസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നെല്ലാം വന്ന് പർച്ചേസ് ചെയ്യുന്നത് തിരിച്ച് അങ്ങോട്ടേക്ക് അയക്കാനുള്ള അയച്ചു കൊടുക്കേണ്ട ബുദ്ധിമുട്ട്, അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ കാരണം ഈ നല്ല നല്ല മെഷീനറീസ് ഇപ്പൊ ഞാൻ ഒരുപാട് സർവീസ് സെന്റർ പോയി വിസിറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് ഓസിയ മെഷീൻ മുതൽ പല മെഷീനറീസും ഒരു 1 year കഴിഞ്ഞ മെഷീൻ പോലും ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അവരെന്താ പറയുന്നത്, ഇത് അയക്കണമെങ്കിൽ ഇതിന് ഏകദേശം നല്ല എക്സ്പെൻസ് വരും. അപ്പൊ ആ പേരിലൊക്കെ ഇങ്ങനെ മാറ്റി വെച്ച ഒരുപാട് മെഷീനറീസ് നമ്മൾ കണ്ടപ്പോഴാണ് ഒരു കൂട്ടം ടെക്നീഷ്യന്മാരെ ഡിസൈഡ് ചെയ്യാണ് ഇതിനൊരു സൊല്യൂഷൻ വേണം. അങ്ങനെയാണ് ഫിക്സ്റ്റെക് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് രൂപം കൽപ്പിക്കുന്നത്. അപ്പൊ ഫിക്സ്റ്റെക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾക്കിടയിൽ ഇപ്പൊ മൊബൈൽ റിപ്പയർ ചെയ്യാൻ ടെക്നീഷ്യന്മാരുണ്ട്, സ്മാർട്ട് ഫോൺ ടെക്നീഷ്യന്മാരുണ്ട്. അപ്പൊ മെഷീനറീസ് ആര് റിപ്പയർ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം നൽകിയാണ് ഈ പറഞ്ഞ ഫിക്സ്റ്റെക് എന്ന് പറഞ്ഞ ബ്രാൻഡ്. അപ്പോൾ ഫിക്സ്റ്റെക് ഈ പറഞ്ഞ നിങ്ങളുടെ അടുത്തൊരു കംപ്ലൈന്റ് ഉള്ള ടൂള് റിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല മറ്റൊരു സർവീസ് കൂടി ഫിക്സ്റ്റെക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ TSP എന്ന് പറഞ്ഞ ഒരു പ്ലാനിന് പറയുന്നത്. അത് എന്താന്നുള്ള കാര്യം നമ്മുടെ രഞ്ജിത്ത് പറയും. അതെ, ഫിക്സ്റ്റെക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് TSP. TSP എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. നമ്മൾ എവിടെയൊക്കെ നമുക്ക് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ് അതിൽ നിന്നും വാറണ്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ അത്തരം ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യാം. ഫിക്സ്റ്റെക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് 1 year വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫിക്സ്റ്റെക്കിന്റെ പ്രൊഡക്റ്റ് ആണ് TSP. അപ്പൊ TSP കുറിച്ച് പറയുമ്പോൾ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പല ബ്രാൻഡിന്റെ സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന ചിലത് ക്വിക്കിന്റെ ബ്ലോവർ ആയിരിക്കാം, അതുപോലെ തന്നെ ഞാൻ സൺഷൈന്റെ സെപ്പറേറ്റർ ആയിരിക്കാം. അപ്പൊ ഇതിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡിഫറെന്റ് പ്രോഡക്റ്റിന് നിലവിൽ ഈ മാർക്കറ്റിൽ വാറണ്ടി ആരും തരുന്നില്ല. അപ്പൊ വാറണ്ടി തരുന്നില്ല. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു, അതൊരു 1 year കൊണ്ട് കംപ്ലൈന്റ് വന്നാൽ ഞാൻ പുതിയത് പർച്ചേസ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാണ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ ആണ്. ഈവൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടന്ന് പർച്ചേസ് ചെയ്യാം. കേരളത്തിൽ ഉടനീളം ഈ പറഞ്ഞ ഐഫിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചുകളിൽ കൂടി നിങ്ങൾക്ക് ഈ TSP അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നടുത്ത് പോയി പർച്ചേസ് ചെയ്യണം, ഇന്ന ബ്രാൻഡ് എടുക്കണം എന്നും ഒരു ബ്രാൻഡിനെ ഞങ്ങൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്തില്ല. അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായും എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് 1 year വാറന്റിയോട് കൂടി ഈ TSP പ്ലാനിൽ കൂടി എടുക്കുന്നതാണ്. അപ്പോൾ എന്റെ പേരിൽ ഈ ഒരു കൺസെപ്റ്റ് തീർച്ചയായും എല്ലാ ടെക്നീഷ്യന്മാർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും അല്ല? തീർച്ചയായും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി നിങ്ങളുടെ തികച്ചും നിങ്ങളുടെ സഹകരണം സപ്പോർട്ടും വേണം. ഞങ്ങൾ ഈ ചാനലിൽ കൂടി പല രീതിയിലുള്ള പല രീതിയിലുള്ള ടൂൾ എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെട്ടു. അതേപോലെ പല കംപ്ലൈന്റിനെ കുറിച്ച് ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ പുതിയ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ. കാരണം നമ്മൾ നേരിടുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഏത് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം നമുക്ക് ഐഡിയ ഇല്ല. അതുപോലെ ഏത് പ്രൊഡക്റ്റാണ് കുറച്ചു കാലം നല്ല രീതിയിൽ നിൽക്കാന്നുള്ളതിന് ഐഡിയ ഇല്ല. പിന്നെ എന്തൊക്കെ പുതിയ പ്രൊഡക്റ്റ് ഉണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഐഡിയ ഇല്ല എന്ന് പറയുന്നത് പുതിയ അപ്ഡേറ്റ്സുകൾ നമുക്ക് മലയാളത്തിൽ വളരെ കിട്ടുന്നത് വളരെ റെയറാണ്, അല്ലെ? മലയാളത്തിൽ കിട്ടില്ല. അപ്പൊ ഹിന്ദി പഠിക്കേണ്ട വരും നമ്മൾ ഇത്ര ടൂളിനെ കുറിച്ച് അറിയാം. ഇനി നിങ്ങൾ ഹിന്ദി പഠിക്കാനൊന്നും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിക്സ്റ്റെക്കിന്റെ ഈ ഒരു ചാനലിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത്തരം ടൂളിനെ കുറിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൂളിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനിയും അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ ഏതിലാണ് ഇപ്പൊ യൂട്യൂബിലാണ് കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഇനി ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നത് നിങ്ങൾ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പേജ് ലൈക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞോളെ മറ്റൊരു വീഡിയോ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ.